ഈ ആശയം കൊണ്ടുവന്നത് അമേരിക്കൻ കോടീശ്വരനായ ഇലോൺ മസ്ക് ആണ്. ചെറിയ വായുമർദ്ദമുള്ള ട്യൂബുകളാൽ സീൽ ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് ഹൈപ്പർലൂപ്പ്. ഇത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് മനുഷ്യന്റെ സമയക്കുറിവിനെ അടിസ്ഥാനമാക്കിയാണ്. ഹൈപ്പർലൂപ്പ് സാധ്യമായാൽ അമേരിക്കയിലെ ലോസ് ഏജൻസിയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് 610 കിലോമീറ്റർ വെറും 30 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയും. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 150 കിലോമീറ്റർ 1.5 മണിക്കൂറാണ് എത്താനെടുക്കുന്ന സമയം. എന്നാൽ ഹൈപ്പർലൂപ്പിന്റെ സഹായത്തോടെ വെറും 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയും. അതായത് മണിക്കൂറിന് 1200 കിലോമീറ്റർ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുക. ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജി എന്ന കമ്പനിക്ക് 21 രാജ്യങ്ങളിലായി 350 ജീവനക്കാരുണ്ട്. പൊതുഗതാഗതത്തിനും ചരക്ക് ഗതാഗതത്തിനുമായി ഹൈപ്പർലൂപ്പ് ഉപയോഗിക്കുന്നു. ഹൈപ്പർലൂപ്പിന്റെ ഒരു ചെറിയ രൂപമാണ് ടെലിപ്പോർട്ടേഷൻ. ഹൈപ്പർലൂപ്പ് എന്നതിലെ കോഡുകളായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഹൈപ്പർലൂപ്പിലെ ഓരോ കോഡുകളിലായി 2 പേർക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഹൈപ്പർലൂപ്പിന്റെ കമ്പനികൾ. ഹൈപ്പർലൂപ്പ് 1, ഹാർഡ്, ട്രാൻസ്പോർട്ട്, വെർജിൻ ഹൈപ്പർലൂപ്പ്, DGW ഹൈപ്പർലൂപ്പ്, നെവോമർ, ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ, INC, അരിവോ കോർപ്പറേഷൻ എന്നിവ. ഹൈപ്പർലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ എന്ന കമ്പനിക്ക് 21 രാജ്യങ്ങളിലായി 350 ജീവനക്കാരുണ്ട്.